നമസ്കാരം. നമ്മുടെ വീടിന്റെ ഐശ്വര്യം തുടങ്ങുന്നത് എവിടെ നിന്നാണെന്ന് അറിയുമോ? അത് നമ്മുടെ വീടിന്റെ പ്രധാന വാതിലിൽ നിന്നാണ്. ഭാഗ്യവും സമ്പത്തും കടന്നു വരുന്ന കവാടത്തിൽ നമ്മൾ ചെയ്യുന്ന ചെറിയ തെറ്റുകൾ പോലും വീടിന്റെ സമാധാനം കളയാൻ കാരണമാകും. ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത് വീടിന്റെ ഐശ്വര്യം വർദ്ധിപ്പിക്കാൻ പ്രധാന വാതിലിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ്. ദയവായി നിങ്ങൾ വീഡിയോ പൂർണ്ണമായും കാണുവാൻ ശ്രമിക്കുക. നമ്മുടെ വീട് എന്നത് വെറും ഒരു കെട്ടിടമല്ല, മറിച്ച് ഈശ്വര ചൈതന്യം കുടികൊള്ളേണ്ട ഒരു പുണ്യ സങ്കേതമാണ്. ഒരു ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ എത്രത്തോളം ഭക്തിയോടെയും ശുദ്ധിയോടെയും നാം സംരക്ഷിക്കുന്നുവോ അതുപോലെ തന്നെ വേണം നമ്മുടെ വീടിന്റെ ഉമ്മറപ്പടിയെയും കാണാൻ. കാരണം മഹാലക്ഷ്മി ഐശ്വര്യമായി കടന്നു വരുന്നത് ഈ പവിത്രമായ കവാടത്തിലൂടെയാണ്. ഒന്നാമത്തേത് വേണ്ടതിൽ ശുദ്ധിയാണ് വേണ്ടത്. ശുദ്ധിയുള്ളിടത്തെ ലക്ഷ്മി വസിക്കൂ എന്നത് പഴമൊഴിയല്ല, അതൊരു സത്യമാണ്. പ്രധാന വാതിലും ഉമ്മറപ്പടിയും എപ്പോഴും മാറാലയോ പൊടിയോ ഇല്ലാതെ സ്ഫടികതുല്യം വൃത്തിയായി സൂക്ഷിക്കണം. പ്രഭാതത്തിൽ സൂര്യകിരണങ്ങൾ ഉമ്മറത്ത് വീഴുമ്പോൾ അവിടെ അഴുക്കുകൾ ഉണ്ടാകുന്നത് വീടിന്റെ ചൈതന്യത്തെ കെടുത്തുന്നതാണ്. ഇനിയും പലപ്പോഴും നാം അറിയാതെ ചെയ്യുന്ന ഒരു തെറ്റാണ് വീടിന്റെ പ്രധാന വാതിലിന് നേരെ മുന്നിലായി അഴുക്ക് വെള്ളം ഒഴിക്കുന്നതും ചപ്പുചവറുകൾ കൂട്ടിയിടുന്നതും. ഇത് ദരിദ്ര ലക്ഷ്മിയെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നതിന് തുല്യമാണ്. അതുപോലെ പുറത്തുനിന്ന് വരുന്ന നെഗറ്റീവ് ഊർജത്തെ പേറുന്ന ചെരുപ്പുകൾ വാതിലിന് അഭിമുഖമായി അലക്ഷ്യമായി ഇടരുത്. അവ വശങ്ങളിലേക്ക് മാറ്റി ക്രമമായി വെക്കുന്നത് വീടിനുള്ളിലെ അച്ചടക്കത്തെയും ഭക്തിയെയും സൂചിപ്പിക്കുന്നു. ഇനി പ്രധാന വാതിലിന് തടസ്സമായി നിൽക്കുന്ന ഒരു പഴയ സാധനങ്ങളോ ഉണങ്ങിയ ചെടികളോ അവിടെ നിന്ന് നീക്കം ചെയ്യുക. വാതിൽ തുറക്കുമ്പോഴോ അടയ്ക്കുമ്പോഴോ ശബ്ദമുണ്ടാകുന്നത് ഒഴിവാക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക വേണം. ഇനി സാധിക്കുമെങ്കിൽ ഉമ്മറപ്പടിയിലെ ചെറിയ രീതിയിലെ അരിപ്പൊടികൾ കൊണ്ട് കോലം വരയ്ക്കുന്നതോ വാതിലിന് നേരെ ഇരുവശത്തും ഐശ്വര്യ ചിഹ്നങ്ങൾ വെക്കുന്നതോ പോസിറ്റീവ് ഊർജത്തെ ആകർഷിക്കാൻ നിങ്ങൾക്ക് സഹായിക്കുന്നതാണ്. ഈ വിധത്തിൽ ഉമ്മറപ്പടിയെ ഒരു പൂമുഖമായി കണ്ട് ആദരവോടെ പരിപാലിക്കുമ്പോൾ ആ ഭവനത്തിലേക്ക് സർവ്വ ഐശ്വര്യങ്ങളും താനേ കടന്നു വരും. നമ്മുടെ സനാതന ധർമ്മത്തിൽ ബ്രഹ്മമുഹൂർത്തം എന്നത് കേവലം ഒരു സമയമല്ല, മറിച്ച് ദൈവികമായ ഒരു അനുഗ്രഹമാണ്. പുലർച്ചെ സൂര്യോദയത്തിന് ഏകദേശം 1.5 മണിക്കൂർ മുൻപുള്ള ഈ സമയം പ്രപഞ്ചം മുഴുവൻ ശുദ്ധമായ സ്വാത്വിക ഊർജത്താൽ നിറഞ്ഞു നിൽക്കുന്ന നിമിഷങ്ങളാണ്. ഈ പുണ്യസമയത്താണ് മഹാലക്ഷ്മിയും മഹാവിഷ്ണുവും ഭൂമിയിൽ ചൈതന്യമായി സഞ്ചരിക്കുന്നു എന്നാണ് വിശ്വാസം. ആ സമയത്ത് ഭക്തിപൂർവ്വം ഉണർന്ന് വീടിന്റെ പ്രധാന വാതിൽ തുറന്നിടുന്നത് ആ ദൈവിക ചൈതന്യത്തെ നമ്മുടെ ഭവനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നതിന് തുല്യമാണ്. വാതിൽ അടച്ചിട്ട് സൂര്യോദയം വരെ ഉറങ്ങുന്ന ഭവനങ്ങളിൽ ലക്ഷ്മി ദേവി പ്രവേശിക്കില്ലെന്നും നേരെ മറിച്ച് ബ്രഹ്മമുഹൂർത്തത്തിൽ വാതിൽ തുറന്ന നാമജപം നടത്തുന്ന വീടുകളിൽ നിന്ന് ദാരിദ്ര്യം എന്നേക്കുമായി പടിയിറങ്ങുമെന്നും ആചാര്യന്മാർ പറയുന്നു. പ്രകൃതി ശാന്തമായിരിക്കുന്ന ഈ വേളയിൽ പ്രപഞ്ചത്തിൽ നിന്ന് പ്രവഹിക്കുന്ന പോസിറ്റീവ് ഊർജം നമ്മുടെ വാതിലിലൂടെ അകത്ത് കടക്കുമ്പോൾ അത് വീട്ടിലുള്ളവരുടെ മനസ്സിലെ അസ്വസ്ഥതകൾ നീക്കി സമാധാനവും ഐശ്വര്യവും പ്രദാനം ചെയ്യുന്നു. പുലർച്ചെ ഉണർന്ന് ശുദ്ധിയായി ഭക്തിയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് പ്രധാന വാതിൽ തുറക്കുന്നത് ഒരു നിത്യകർമ്മമായി മാറ്റുക. ഓരോ വാതിലും ഓരോ ഊർജ കേന്ദ്രമാണ്. ശരിയായ സമയത്ത് അത് തുറക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഭാഗ്യത്തിന്റെ വാതിലുകളും താനെ തുറക്കപ്പെടും. ഈ വാതിൽ തുറക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ പൂർവികർ ഉപദേശിച്ച ചില ലളിതമായ അനുഷ്ഠാനങ്ങൾ കൂടി നാം പാലിക്കേണ്ടതുണ്ട്. നമ്മുടെ ഉമ്മറപ്പടിയെ ഒരു ദേവതാസ്ഥാനമായി കണ്ടുവേണം ഈ കർമ്മങ്ങൾ ചെയ്യാൻ. വാതിൽ തുറന്നാലുടൻ അല്പം ശുദ്ധജലത്തിൽ മഞ്ഞൾപ്പൊടി കലർത്തി ഉമ്മറപ്പടിയിലും വാതിലിന്റെ ഇരുവശങ്ങളിലും തളിക്കുന്നത് അതീവ ശ്രേഷ്ഠമാണ്. മഞ്ഞൾ ഐശ്വര്യത്തിന്റെയും മംഗളത്തിന്റെയും പ്രതീകമാണ്. ഇത് വാസ്തുദോഷങ്ങളെ അകറ്റാനും വീടിന് ചുറ്റും ഒരു സുരക്ഷാ കവചം തീർക്കാനും സഹായിക്കുന്നു. മഞ്ഞൾ വെള്ളം സാധ്യമല്ലെങ്കിൽ പവിത്രമായ ഗംഗാജലമോ ശുദ്ധജലമോ തളിച്ചാലും മതിയാകും. വാതിൽ തുറക്കുന്ന നിമിഷം മൗനമായിരിക്കാതെ ഭക്തിയോടെ ദൈവനാമങ്ങൾ ഉച്ചരിക്കുക. ലക്ഷ്മി നാരായണ നമഃ എന്ന ശ്രീരാമജയം എന്നോ ജപിക്കുന്നത് വീട്ടിലെ നെഗറ്റീവ് ഊർജത്തെ പാടെ മാറ്റിക്കളയും. ആ വാക്കുകളിലെ കമ്പനം വീടിനുള്ളിൽ പോസിറ്റീവ് എനർജി നിറയ്ക്കും. പ്രഭാതത്തിൽ മാത്രമല്ല, വൈകുന്നേരം ഗോപൂജ സമയത്തും ഉമ്മറപ്പടിക്ക് പ്രാധാന്യമുണ്ട്. ഉമ്മറത്ത് തിരി തെളിയിച്ചു വെക്കുന്നത് ലക്ഷ്മി ദേവിയെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നതിന് തുല്യമാണ്. ഇരുളിനെ അകറ്റുന്ന ആ വെളിച്ചം നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെയും നീക്കം ചെയ്യും. ഒരിക്കലും ഉമ്മറപ്പടിയിൽ ചവിട്ടി നിൽക്കുകയോ അവിടെ ഇരുന്ന് സംസാരിക്കുകയോ ചെയ്യരുത്. അതും വാതിലിന്റെ പവിത്രതയെ കുറയ്ക്കും. ഭക്തിയോടും ആദരവോടും കൂടി നാം ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ വീട്ടിൽ ഒരിക്കലും സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ കലഹങ്ങളോ ഉണ്ടാവില്ല എന്നതാണ് നിശ്ചയം. നമ്മുടെ ഈ ഓരോ പ്രവൃത്തിയും ഈശ്വരനോടുള്ള പ്രാർത്ഥനയായി മാറട്ടെ.
വീടിന്റെ പ്രധാന വാതിൽ എന്നത് കേവലം മരത്തടികൾ കൊണ്ട് നിർമ്മിച്ച ഒന്നല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവഹിക്കേണ്ട ചൈതന്യത്തിന്റെ പ്രവേശന കവാടമാണ്. ഈ പറഞ്ഞ ലളിതമായ കാര്യങ്ങൾ, ശുദ്ധിയും കൃത്യസമയത്തെ വാതിൽ തുറക്കലും ഭക്തിപൂർവമായ നാമജപവും ഒരു നിഷ്ഠയായി നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തി നോക്കൂ. സൂര്യോദയത്തിനു മുൻപേ ഉണർന്ന മഹാലക്ഷ്മിയെ ഹൃദയത്തിൽ സ്മരിച്ചുകൊണ്ട് വാതിൽ തുറക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിലെ ഇരുളും ദാരിദ്ര്യവും പടിയിറങ്ങുന്നത് നിങ്ങൾക്ക് തന്നെ അനുഭവപ്പെടും. ഈശ്വരൻ നമുക്ക് നൽകിയ ഈ ജീവിതം ഐശ്വര്യപൂർണമാക്കാൻ ഇത്തരം ചെറിയ മാറ്റങ്ങൾ മതിയാകും. ഈ അറിവ് നിങ്ങൾ പ്രയോജനപ്പെട്ടുവെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്കും എത്തിക്കുക. ഭഗവാന്റെ കാരുണ്യം നിങ്ങളുടെ കുടുംബത്തിൽ എന്നെന്നും നിറഞ്ഞു നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. മറ്റൊരു ഭക്തി നിർഭരമായ വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.